ഏറിയാൽ 2-3 ദിവസം. അതിനിടയ്ക്ക് അമേരിക്കയുടെ എല്ലാ സൈനിക ക്യാമ്പുകളും അതിനുശേഷം അവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും അവരുടെ എല്ലാ ബിൽഡിങ്ങുകളും മറ്റ് പ്രാഥമിക അല്ലെങ്കിൽ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ബ്രിഡ്ജുകളും മറ്റ് കാര്യങ്ങളും എല്ലാം ഇറാൻ നശിപ്പിച്ച് കളയും എന്നാണ് ഇറാൻ്റെ IRGC തലവനായിട്ടുള്ള മൊഹസിൻ റസ ഇന്നലെ പ്രസ്താവന, അതായത് ഇന്നലെ ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടുള്ള ഒരു പോർഷൻ. അതായത് ഇത്രയും ദിവസം ഞങ്ങൾ പ്രിസൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അമേരിക്കൻ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോളേജുകളിലും സ്കൂളുകളിലും ഹോസ്പിറ്റലുകളിലും ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിലും ഒക്കെ അമേരിക്ക ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഇതുവരെ ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുള്ളത് അവരുടെ ക്യാമ്പുകളിൽ മാത്രം, അല്ലെങ്കിൽ സൈനിക ക്യാമ്പുകളിലും അവിടുത്തെ റഡാർ സിസ്റ്റങ്ങളും അവിടുത്തെ ഫ്യൂവൽ കപ്പാസിറ്റികളും ഇത്തരത്തിലുള്ള അറ്റാക്ക് മാത്രമാണ് ഇതുവരെ നടത്തിയത്. പക്ഷേ അവരുടെ ആക്രമണം മറ്റു രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി 2-3 ദിവസം അതായിരുന്നു ആ പ്രസ്താവന. അതായത് ഒരു കംപ്ലീറ്റ് വാർ, അതായത് ഒന്നും നോക്കാണ്ടുള്ള അടിയായിരിക്കും എന്നാണ് ഇറാന്റെ IRGCയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഈ ഒരു പ്രസ്താവന. അതിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ ചർച്ച നടത്തുക എന്ന ആ ഒരു നയം അവസാനിച്ചു കഴിഞ്ഞു കംപ്ലീറ്റ്ലി. അടുത്ത 2 അല്ലെങ്കിൽ 3 ദിവസത്തിനകം അമേരിക്ക യുദ്ധം ഇതുപോലെ തുടരുകയാണെങ്കിൽ ശത്രുവിനെതിരെ നമ്മൾ പൂർണ്ണ ആക്രമണത്തിന്റെയും നിർമ്മാർജ്ജനത്തിന്റെയും ഒരു ഘട്ടത്തിലേക്ക് കിടക്കും. അതായത് കംപ്ലീറ്റ്ലി ക്ലിയർ ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറ്റാക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ തന്ത്രം നടപ്പാക്കുകയാണെങ്കിൽ നമ്മൾ വെറും ഒരു പ്രതികാര നടപടിയിൽ മാത്രം ഒതുങ്ങുകയില്ല. കൂടാതെ ഇറാൻ ആക്രമണ സേനയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് യാതൊരുവിധ രാഷ്ട്രീയ അതിരുകളും തടസ്സമാകുകയുമില്ല. അതായത് അത്തരത്തിലുള്ളൊരു ഇതിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈന്യത്തിനും അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെയും ഒരു സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മറ്റ് ആളുകൾ ആരും ഒരു നയതന്ത്രമായിട്ടുള്ള ഒരു ഇടപെടലുകളും ഈ ഒരു കാര്യത്തിലോട്ട് പറ്റില്ല എന്നാണ് മൊഹസിൻ റസയുടെ ഈ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത്. ഈ ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ അറ്റാക്ക് നടന്നിട്ടുള്ളത് ഇറാഖിലോട്ടാണ്. ഇറാഖിലെ അമേരിക്കയുടെ വെപ്പൺസ് സൂക്ഷിക്കുന്ന ഡിപ്പോ ഉണ്ട്. ആ ഡിപ്പോ കംപ്ലീറ്റ്ലി കത്തി അമർന്നു പോയി. അതായത് ഓൺ സ്പോട്ടിൽ 5-10 ഡ്രോണുകളും മിസൈലുകളും ഒരേപോലെ വന്ന് വീകുന്നതിൻ്റെ വീഡിയോസാണ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മളിതുവരെ ഇറാഖിൽ ഇതാ ഇങ്ങനെ പൊട്ടുന്നു, അവിടെ ഇതാ ഇങ്ങനെ പൊട്ടുന്നു, അല്ലെങ്കിൽ ഇറാനിൽ ഇതാ പൊട്ടുന്നു എന്നും പറഞ്ഞിട്ട് ചില വീഡിയോസ് കണ്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം കവേർഡ് ആയിരുന്നു. പക്ഷേ ഇന്നലെ ഇറാഖിലെ അമേരിക്കൻ ഡിപ്പോ, അതായത് അവരുടെ സൈനിക ഡിപ്പോയിൽ വീണിട്ടുള്ള ബോംബുകളുടെ എഫക്റ്റാണ് നിങ്ങൾ ഈ സൈഡ് വീഡിയോയിൽ കാണുന്നത്. ഏത് അവസ്ഥയിലാണ് അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇറാഖിലെ മറ്റൊരു ഭാഗത്തായിട്ടുള്ള എർബിൽ US-ന്റെ ബേസിലോട്ട് ഇന്നലെ ഡയറക്റ്റ് ഹിറ്റാണ്. അതായത് ഒരു ഇൻ്റർസെപ്റ്റേഴ്സിന് തടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇറാൻ്റെ ഓരോ ഡ്രോണുകളും വന്ന് വീകുന്നത്. അവിടെ പൊന്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീ നിങ്ങൾക്ക് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ഈ ഇറാഖിലെ പല ഭാഗങ്ങളിലും കേട്ടോ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഇറാഖിൻ്റെ അതായത് അമേരിക്കൻ മറ്റൊരു ഭാഗമായിട്ടുള്ള സുലൈമാനിയയിൽ ഇറാൻ്റെ അറ്റാക്ക്. ഈ സുലൈമാനിയയിലാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു ആയുധ ശേഖരം ഉള്ളത്. അത് കംപ്ലീറ്റ്ലി ഇന്നലെ കത്തി നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. ഇനി അവിടെ കൊണ്ടും തീരുന്നില്ല. ഇറാഖിലെ തന്നെ നോർത്തേൺ ഇറാഖിലെ അൽ സമാറ പ്രൊവിൻസിലുള്ള മറ്റൊരു റീജിയനിലേക്കും, അതായത് അമേരിക്കയുടെ ബേസുകൾ അമേരിക്കയുടെ ഭാഗങ്ങളിലും പുത്തിരി കത്തുന്ന പോലെ എന്ന് പറയാം നമുക്ക്. നമ്മളിങ്ങനെ അത്രയും എഫക്റ്റിൽ അതായത് ചെറിയൊരു പുത്തിരി കത്തുന്നത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അതിൻ്റെ ഒരു 10,000 മടങ്ങിൽ ഒരു സ്ഥലം മൊത്തം കത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വീഡിയോയും അവിടുന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതുമാത്രമല്ല മറ്റൊരു സ്ട്രോങ് മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. ഒരു ഡ്രോപ്പ് ഓയിൽ പോലും സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കടന്ന് ഇനി പോകില്ല എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് അമേരിക്ക ഇന്നലെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇറാൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ചബാർ തുറമുഖത്തിലെ അവരുടെ ടവറൊക്കെ, അതായത് ഈ നിരീക്ഷണ ടവറൊക്കെ പൊളിച്ചു കളഞ്ഞ് നമ്മൾ കണ്ടു. ഇതോടുകൂടി ഇറാന് ഒരു തരത്തിലുള്ള കൺട്രോളും ഈ തുറമുഖങ്ങളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രേറ്റ് ഓഫ് ഹോർമസിലോ ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം 2 കപ്പൽ പാസ് ചെയ്തു. 2 കപ്പലും ഇറാൻ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള മറുപടിയുണ്ട്. നിങ്ങൾ ഒരു തുള്ളി എണ്ണ പോലും ഇനി സ്ട്രേറ്റ് ഓഫ് ഹോർമസിലൂടെ കടത്തിക്കൊണ്ട് പോകില്ല. അമേരിക്ക എന്തുറപ്പ് തന്നു കഴിഞ്ഞാലും വരുന്ന കപ്പലുകളെ തിരിച്ചു വിടും. അതിനുശേഷം 6 കപ്പലുകളോ എങ്കിലും അവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസും കൂടെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഇനി ഈ ന്യൂസൊക്കെ വന്ന് അതായത് അത് നമ്മളിപ്പോൾ പറഞ്ഞ ഇറാഖിലെ കാര്യങ്ങളാട്ടോ, ഇറാഖിലെ സൈനിക ബേസുകളുടെ കാര്യം. ഇനി അടുത്ത് നമുക്ക് കുവൈറ്റിലോട്ട് എടുക്കാം. കുവൈറ്റിലെ ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാൻ മതിയാവും കുവൈറ്റിൽ ഏത് രീതിയിൽ അടി നടക്കുന്നത് എന്നുള്ളത്. കുവൈറ്റിൽ ഇന്ന് പുലർച്ചെയാണ് ഈ അറ്റാക്കുകൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. പല സ്ഥലത്തും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കുവൈറ്റിൻ്റെ പല ഭാഗങ്ങളും അമേരിക്കൻ ബേസുകളും അതിൻ്റെ ചുറ്റുപറ്റിയുള്ള പല ഭാഗങ്ങളിലും ഭയങ്കരമായിട്ടുള്ള തീ കത്തിക്കൊണ്ടിരിക്കുന്നത് കുവൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം ന്യൂസ് വരുന്നുണ്ട്. കുവൈറ്റിലോട്ടുള്ള വ്യോമ പാത അടച്ചു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. കുവൈറ്റിൻ്റെ വ്യോമപാത കംപ്ലീറ്റ്ലി അടച്ചു കളഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല കുവൈറ്റിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ബ്രിഡ്ജ്, അതായത് അമേരിക്കൻ അസറ്റുകൾ അടിച്ചു തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് കുവൈറ്റിലെ ഒരു പ്രധാനപ്പെട്ട കീ ബ്രിഡ്ജ് തന്നെ തകർത്തു എന്നുള്ള ഒരു ക്ലെയിം IRGCയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഏതാണ് എന്നുള്ളത് അറിയില്ല കേട്ടോ, എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരു വാർത്തയും കൂടെ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അങ്ങനെ കുവൈറ്റിനെ നല്ല രീതിയിൽ അവിടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് ബഹ്റൈനിലോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബഹ്റൈനിലെ ഫ്യൂവൽ ഡിപ്പോ,
അതായത് US എന്താ പറയുക ഈ ബേസ് ഉള്ള സ്ഥലങ്ങളിൽ ഇറാനിയൻ ആർമി അറ്റാക്ക് US ഫ്യൂൽ ഡിപ്പോ ആൻഡ് സെവറൽ കീ ഇൻഫ്രാസ്ട്രക്ചർ പോയിന്റ് ഇൻ ബഹ്റൈനിലും നല്ല രീതിയിൽ തന്നെ ഇറാൻ്റെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവിടെയുള്ള ആൾക്കാർക്കും വ്യക്തമായിട്ട് അറിയാം. ഇനി ഈ 2 രാജ്യങ്ങൾ കഴിഞ്ഞു. ഇന്നലെ മറ്റൊരു ന്യൂസ് കണ്ടത് അമേരിക്കയുടെ റീഫ്യൂലിംഗ് വിമാനങ്ങൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് ബഹ്റൈനിൽ നിന്നും കുവൈറ്റിൽ നിന്നൊക്കെ ഉയർന്നതിന് ശേഷം അവർ പിന്നെ പാർക്ക് ചെയ്യാൻ പോകുന്ന ചില സ്ഥലങ്ങളായിട്ട് കാണിച്ചത് ഇവിടേക്കാണ്, സൗദി അറേബ്യയിലോട്ടാണ്. ഇത് കണ്ട ഉടനെ തന്നെ സൗദിയിലോട്ട് ഇറാൻ്റെ ആക്രമണങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം തന്നെ സൗദിയിലെ ഇത് വന്നിട്ടുണ്ട്, എന്താ പറയുക, അവരുടെ സൈറൻ സൗണ്ട് വന്നിട്ടുണ്ട്, എയർ റൈഡ് സൈറൻസ് വന്നിട്ടുണ്ട്. സൗദി അറേബ്യ റിപ്പോർട്ടഡ് ഫോർ മിസൈൽ ലോഞ്ച് ഫ്രം ഇറാൻ. അപ്പം തന്നെ അവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെയുള്ള ആൾക്കാർക്കറിയാം, അവർക്ക് എന്താ പറയുക മെമ്മോ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ എക്സ്പ്ലോഷൻസ് അൽ ഖർജ് സിറ്റിയിൽ സൗദി അറേബ്യയിൽ എക്സ്പ്ലോഷൻ സൗണ്ട് വന്നു. അതുപോലെ തന്നെ സൗദി പ്രിൻസ് സുൽത്താൻ എയർബേസ് ആണ് കേട്ടോ, അവിടെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഇറാൻ്റെ മിസൈലുകളും അറ്റാക്കുകളും ഈ പ്രിൻസ് സുൽത്താൻ എയർബേസിലോട്ടും ഇന്നലെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഇന്നലെ രാത്രി ഇറാൻ ആക്രമിച്ചിട്ടുള്ളത് ഒന്ന് ഇറാഖിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി, കുവൈറ്റിൽ നടത്തി, അത് കഴിഞ്ഞ് ബഹ്റൈനിൽ നടത്തി, സൗദിയിൽ നടത്തി, ജോർദാൻ ആസ് യൂഷ്വൽ. ജോർദാനിലോട്ട് പോകുന്ന മിസൈൽസിൻ്റെ പോക്കായി കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് നേരിട്ട് പോയിട്ട് ഹിറ്റ് ചെയ്ത് വെക്കുക, ഒരു തടവും ഒന്നുമില്ല, തടയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് അവിടുത്തെ ഇറാൻ ആദ്യത്തെ 2-3 ദിവസങ്ങൾ ചെയ്ത് അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ മൊത്തം തകർത്തു. നമ്മൾ ആരും ഒന്നും അറിഞ്ഞിട്ടും കേട്ടിട്ടില്ല, ഇവിടെ ഒന്നുമില്ല, ഇടയ്ക്കൊക്കെ ഒരു മിസൈൽ വീഴുന്നുണ്ട്, ആ വീണതൊക്കെ അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളാണ്. ഇനി 2 ദിവസം ഇറാൻ, അതായത് ഇവരുടെ ആക്രമണങ്ങൾ എത്ര പ്രിസൈസ്ഡാണ് നിങ്ങൾ നോക്കണം. അതായത് ഇനി 2 ദിവസം കൂടെ അങ്ങനെ പോകുമ്പോഴേക്കും ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീരും. പിന്നെ ഇപ്പോൾ ഡയറക്റ്റ് ഹിറ്റാണ്. ഇറാഖിലേക്ക് ഡിഫൻസ് സിസ്റ്റം തീർത്തിട്ടാണ് ഇന്നലെ കംപ്ലീറ്റ് ഡയറക്റ്റ് ഹീറ്റ് ചെയ്യുന്നത്, അവിടുത്തെ മൊത്തം ഇത് കത്തിച്ച് കളഞ്ഞത്. അത് തന്നെ കുവൈറ്റിൽ ആദ്യത്തെ 2-3 ദിവസങ്ങൾ ചെറുതായി വന്ന് ഇപ്പോൾ കുവൈറ്റിലും ബഹ്റൈനിലും A to Z കാര്യങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുക. അതായത് അമേരിക്കൻ ബേസുകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളും ഇനി ബ്രിഡ്ജുകളിലോട്ട് കയറും. നമ്മൾ ഇന്നലെ പറഞ്ഞ ബ്രിഡ്ജുകളിലോട്ട് കയറും, അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റുകളിലോട്ട് കയറും, എല്ലാത്തിലോട്ടും ഇനി അടി വരും. ഇതേ ലെവലിൽ യുദ്ധം മുന്നോട്ട് പോകണമെങ്കിൽ. പക്ഷേ ഇറാൻ ഇതേപോലെ അടികിട്ട് ഇറാൻ്റെ 6 പാലങ്ങൾ തകർത്തു. ഇറാൻ്റെ 6 പാലങ്ങൾ തകർത്തു, ഇറാൻ്റെ ഈ ടവർ തകർത്തു, പിന്നെ മറ്റ് ഹോസ്പിറ്റൽ. പിന്നെ അവർ ലക്ഷ്യം വെക്കുന്നത് ആസ് യൂഷ്വൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്ക ചിന്താഗതി എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും. അവിടുത്തെ ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, കുട്ടികൾ നിൽക്കുന്ന നോർമൽ സിവിലിയൻസ് നിൽക്കുന്ന ഏരിയയിൽ അതിൻ്റെയൊക്കെ വീഡിയോസും അതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നലെ എന്നെ ഒരാൾ വിളിച്ച് ചോദിച്ചിരുന്നു എന്താണ് ഇവിടെ നടക്കുന്നത്. അതായത് അവിടെ ആരൊക്കെ അവിടെ എന്താ പറയുക ജോലി ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇതൊന്നും ആരും പറയുന്നില്ല ഫോണിലൂടെ. പക്ഷേ എന്താ നടക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ ഇത് തന്നെ പറഞ്ഞു. അപ്പം അവർ ചോദിച്ചൊരു കാര്യം ഇതാണ്, അതായത് എന്താ ഇവർ ആക്രമിക്കുമ്പം ഇവിടെ മരണപ്പെടുന്നത് സിവിലിയൻസ്, നോർമൽ ആളുകൾ. ഇറാൻ അങ്ങോട്ട് ആക്രമിക്കുന്നത് എങ്ങോട്ടാണ്? പ്രോപ്പർ നോർമൽ ആയിട്ടുള്ള സ്ഥലങ്ങളായിട്ടുള്ള അമേരിക്കയുടെ ബേസിക് തിങ്സിലോട്ട് മാത്രം. എന്താ ഇറാൻ അങ്ങനെ ആക്രമിക്കുന്നത്? ഇറാൻ എന്താ അമേരിക്കനെ പോലെ അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലെ ഈ ഗൾഫ് രാജ്യങ്ങളാണ് ഇവർക്കെല്ലാം വെച്ച് കൊടുത്തിട്ടുള്ളത്, അതായത് എല്ലാ ബേസുകളും തുറന്നു വെച്ചു. അപ്പോൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിന്, സ്കൂളുകളെയും ഹോസ്പിറ്റലുകളോട്ടും എന്താ ഇറാൻ ആക്രമിക്കാത്തതെന്ന് ചോദിച്ചു. അവിടെ നമുക്ക് ചിന്തിച്ചാൽ മതി, ഇറാനിയൻസ് എങ്ങനെയാണ് ചിന്തിക്കുന്ന അമേരിക്കൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈറ്റ്സും അല്ലെങ്കിൽ ഈ തീവ്ര ചിന്താഗതിയിലുള്ള ആളുകളും ഇസ്രായേലികളും എങ്ങനെ ചിന്തിക്കുന്നത്, ഈ 2 കാര്യത്തിലുണ്ട്. ഇറാന് ഈ ആക്രമിച്ച, അതായത് ഇറാൻ ഈ അമേരിക്കൻ ബേസുകളോട്ട് ആക്രമിച്ചത് മൊത്തം അമേരിക്കയുള്ളവർക്കെല്ലാം അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളാണ് അവർക്ക് എല്ലാ ഓപ്ഷൻസും കൊടുത്ത് ഇറാൻ ആക്രമിക്കാറില്ല. ഞങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഹോസ്പിറ്റലുകളും സ്കൂളുകളും തകർക്കാന്ന് ഇറാന് വിചാരിച്ചാൽ പോരെ. അവിടെ ഒന്നും എവിടെ എയർ ഡിഫൻസ് സിസ്റ്റം കാര്യങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് ഇറാനെ തകർക്കാൻ പറ്റും. ഇറാൻ്റെ ലോ ഗ്രേഡ് എന്താ പറയുക 2000-ൽ ഉണ്ടാക്കിയിട്ടുള്ള ഡ്രോണുകളൊക്കെ ഉണ്ട്, ആ ഡ്രോണുകൾക്കൊക്കെ ഈസി ആയിട്ട് പോയിട്ട് തകർക്കാൻ പറ്റും. പക്ഷേ ഇറാൻ അത് ചെയ്യില്ല. അതാണ് ഈ 2 രാജ്യങ്ങളുടെ യുദ്ധ എന്താ പറയുക മര്യാദ എന്ന് പറയുന്നത്. ഇറാൻ്റെ യുദ്ധമര്യാദ എന്താണെന്ന് നമ്മൾ കണ്ടു. ഇതേ സ്ഥാനത്ത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ യുദ്ധമര്യാദ എന്താണെന്നുള്ളതും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ യുദ്ധം മുന്നോട്ട് പോകുന്നത്. ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാത്തിലോട്ടും അമേരിക്കയ്ക്ക് നല്ല രീതിയിൽ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 ദിവസം ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാൻ ഏത് രീതിയിലാണ് ഇനി ഇപ്പം ഇത്രയും പറഞ്ഞ യുദ്ധമര്യാദ എന്ന് ഞാൻ പറഞ്ഞു, അത് എങ്ങനെയുണ്ട്, അത് ഇനി പാലിക്കപ്പെടുമോ, അതല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കി ഇറാൻ തിരിച്ചടിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും. അതുപോലെ തന്നെ CBSൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. CBSൻ്റെ ന്യൂസിൽ വന്നിട്ടുള്ളത് സെവറൽ US സർവീസ് മെമ്പേഴ്സ് ഇൻജേർഡ് ഇൻ ഇറാൻ അറ്റാക്ക് ഓൺ ജോർദാൻ ബേസ് ദിസ് വീക്ക്. അതായത് സോഴ്സ് പറയുന്നത് നിരവധി ആൾക്കാർക്ക്, അത് മരണം എത്ര ഉണ്ടെന്ന് അവർക്കൊരു ഐഡിയ ഇല്ല, അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷെ നിരവധി പേർക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, അത് പ്രത്യേകിച്ച് ജോർദാനിയൻ ബേസിൽ. നമ്മൾ ഇന്നലെ ഇറാഖ് കണ്ടു, ഇന്നലെ പുലർച്ചെ, അതായത് ഇന്നലെ രാവിലെ ഞാൻ പറയാം, മെഞ്ഞാന്ന് രാത്രി ഏറ്റവും കൂടുതൽ അറ്റാക്ക് വന്നത് അങ്ങോട്ടാ ജോർദാനിലോട്ടായിരുന്നു. നമ്മൾ ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇറാഖ്. അതിൻ്റെ ഭാഗമായിട്ട് ജോർദാനിൽ അടിച്ചതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ ഒരുപാട് പേർക്ക്, ജോർദാനിലുള്ള ബേസിലുള്ള ഒരുപാട് പേർക്ക് വലിയ രീതിയിലുള്ള ഇഞ്ചുറി വൂണ്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ മരണത്തിൻ്റെ കാര്യം അമേരിക്ക പുറത്ത് വിടാൻ പോകുന്നില്ല, അത് സെൻകോം ഡിനൈ ചെയ്യുള്ളൂ, വേറെ കാര്യം. പക്ഷേ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് CBSൻ്റെ ന്യൂസിൽ ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾ ഔട്ട് വാറിലോട്ട് ഇത് പോവുകയാണ്. 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പശ്ചിമേഷ്യ മൊത്തത്തിൽ വല്ലാത്തൊരവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കും. നമുക്കെല്ലാവർക്കും എഫക്റ്റ്, ഏതൊക്കെ രീതിയിൽ, സാമ്പത്തികമായിട്ടും അല്ലാതെ മാനുഷികമായിട്ടും, നിങ്ങൾ ഏത് ഇതെടുത്തോ ഇത്
നഷ്ടത്തിലോട്ട് തന്നെ ലോക രാജ്യങ്ങളിൽ എല്ലാവർക്കും ഇതിൻ്റെ എഫക്റ്റ് വരാൻ പോകുന്നുള്ളൂ. നിർത്തണമെങ്കിൽ അത് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ അവർ തമ്മിലുള്ള ആ ഒരു ഇത് നിർത്താതെ ഈ യുദ്ധം മുന്നോട്ട് നിർത്താൻ പോകുന്നില്ല. ഇറാനായിട്ട് നിർത്തില്ല. ഇറാൻ അങ്ങോട്ടാണ് ഇവർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഒരിക്കലും അവരുടെ അറ്റാക്ക് ഇങ്ങോട്ട് വരാണ്ട് ഇറാൻ അങ്ങോട്ടൊരു അറ്റാക്ക് പോലും ചെയ്തിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചാൽ മതി, യുദ്ധത്തിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ ഇന്ന് വരെ അവിടുന്ന് ഇങ്ങോട്ടൊരു അറ്റാക്ക് വന്നു എന്ന് കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ ഇറാൻ തിരിച്ചടിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇറാൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ട് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തില്ല. ഇനിയും ഈ അമേരിക്കയും ഇസ്രായേലും താങ്കളെ നമ്മുടെ നാട്ടിലെ ഈ തിട്ടസംഖികളും അല്ലെങ്കിൽ മറ്റ് തീവ്ര ചിന്താഗതിക്കാർ ആലോചിച്ചാൽ മതി, യുദ്ധം ആര് തുടങ്ങി, ആരാണിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കുറച്ചെങ്കിലും ചാണകബുദ്ധി അല്ലാണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അടുത്ത അപ്ഡേറ്റുകൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ബൈ. പിന്നെ ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള എക്സ്പോഷൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളും, ഡയറക്റ്റ് ഡ്രോണുകളും മിസൈലുകളും ഹിറ്റ് ചെയ്യുന്നതിൻ്റെ ക്ലിയർ ഇമേജസൊക്കെ, അവിടുത്തെ ഇമേജസൊക്കെ ഈ ടെലഗ്രാം ചാനലിൽ വന്നിട്ടുണ്ട്. ഞാനത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് പോയി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാ ഡീറ്റെയിൽസും കാണാനും പറ്റും. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇഷ്ടമുള്ളവർ അവിടെ പോയിട്ട് കാണാം.